الحمد لله رب العالمين نحمده حق حمده ونثني عليه الخير كله كما ينبغي لجلال وجهه وعظيم سلطانه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവ്വലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂടുപിടിച്ച പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കും കക്ഷി രാഷ്ട്രീയത്തിലേക്കും വോട്ട് ചോദിക്കുവാനുമൊക്കെ ഇറങ്ങുമ്പോൾ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഗൗരവമേറിയ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ നിലപാടിലാണ് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ഒരു സന്ദർഭവും സാഹചര്യവും ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായ ഒരു ജീവിത പദ്ധതിയാണ്. നമ്മുടെ വ്യക്തി ജീവിതം മുതൽ അന്താരാഷ്ട്ര തലം വരെ, സാമൂഹിക തലം, ഇങ്ങനെ മനുഷ്യൻ ഇടപെടുന്ന സർവ്വ മേഖലകളിലും എന്തൊക്കെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്, പാലിക്കേണ്ടത്, ഏതൊക്കെ നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതെല്ലാം അള്ളാഹു നമുക്ക് അവൻ്റെ ദീനിലൂടെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇത് മുസ്ലിമീങ്ങളായ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താണ്? ഏത് സന്ദർഭങ്ങൾ വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യണം, എന്ത് നിലപാടെടുക്കണം, ഞാൻ എങ്ങനെയാകണം എന്നത് നമ്മൾ അറിയുകയും ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുകയും ചെയ്യുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി മാറുന്നത്. സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഗതിയല്ല. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഒന്നാമതായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ, അവർക്ക് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഏതാണ്?
നമ്മൾ ആരും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം നമ്മളൊക്കെ ഉറക്കെ പറയും, നമുക്ക് ഏറ്റവും പ്രധാനമായത് നമ്മുടെ ദീനാണ്, നമ്മുടെ ഈമാനാണ്, നമ്മുടെ ആദർശമാണ്. എന്തുകൊണ്ടാണത്? നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ഈ ഭൗതിക ജീവിതം അല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നതേയുള്ളൂ മരണാനന്തരം. അവിടെ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങൾക്കും പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കും. അങ്ങനെ ഒരു വിധി തീർപ്പുള്ള വിധി നിർണയത്തിന്റെ ഒരു നാൾ വരാനുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രധാനമായത് എന്നതാണല്ലോ നമ്മുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും വരാനിരിക്കുന്ന അവന്റെ ശാശ്വതമായ പരലോകത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേവലം ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അവന്റെ ദീനിനെയോ ആദർശത്തെയോ സംസ്കാരത്തെയോ അവൻ പണയപ്പെടുത്തുകയില്ല, നശിപ്പിക്കുകയില്ല എന്നത് വളരെ വ്യക്തമാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആരാന്റെ ഭൗതിക ലോകത്തിന് വേണ്ടി വിശ്വാസി അവന്റെ ശാശ്വതമായ പരലോകം പണയപ്പെടുത്തുകയില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. കാരണം ബുദ്ധിയുള്ളവരങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്താണ്? പലരും ചെയ്യുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് വരുമ്പോ, ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾ വരുമ്പോ എല്ലാം മറക്കുകയാണ്. ദീന് മറക്കുന്നു, പരലോകം മറക്കുന്നു, ആദർശം മറക്കുന്നു, ഈമാൻ മറക്കുന്നു, സംസ്കാരം മറക്കുന്നു, ബന്ധങ്ങൾ മറക്കുന്നു. എല്ലാം മറന്ന് അന്ധമായ നിലക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യവുമായി ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞതിൽ നിന്ന് ആരും തെറ്റായ നിലക്ക് മനസ്സിലാക്കരുത്. നമുക്ക് രാഷ്ട്രീയം വേണ്ടേ? വേണം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാട് വേണം. നമ്മളാരും അരാഷ്ട്രീയവാദികളല്ല. ഞാൻ വോട്ട് ചെയ്യുകയില്ല എന്ന് നമ്മളാരും പറയരുത്. ആ ഒരു സമീപനത്തെ നമ്മളാരും പ്രോത്സാഹിപ്പിക്കുകയുമില്ല. മറിച്ച് നമ്മുടെ നാടിനും സമൂഹത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന പ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടത്, സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മുടെ നാടിന്റെ മതേതരത്വ സ്വഭാവം നിലനിർത്തുന്ന ആളുകളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അവിടെ വേറെ ഒരു ലക്ഷ്യവും വേറെ ഒരു പ്രലോഭനവും നമ്മെ നയിക്കുകയും ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായി ബന്ധമുണ്ട് എന്നതുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്തു കൊള്ളണമെന്നില്ല, ചെയ്യാനും പാടില്ല. മറിച്ച് നമ്മുടെ അവിടെ മൂല്യങ്ങളും അതേപോലെ നന്മകളും ഒക്കെയാണ് നോക്കേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇടപെടുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ആദർശത്തെയോ ദീനിനെയോ മറന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ആമുഖമായി ഞാൻ ഓതി വച്ച വചനങ്ങൾ നമ്മുടെ നിലപാടാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊക്കെ പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊക്കെ പറയുന്നത് എന്താണ്? കുൽ പറയൂ നബിയേ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയൂ നബിയേ, എൻ്റെ നമസ്കാരവും എൻ്റെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം, എൻ്റെ ജീവിതവും എൻ്റെ മരണവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ്. എന്താ പറഞ്ഞതിനർത്ഥം? എൻ്റെ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഞാൻ നിലപാടെടുക്കുകയുള്ളൂ. എല്ലാം എൻ്റെ റബ്ബ് പറഞ്ഞതിനപ്പുറത്തേക്ക് പോകാൻ ഞാൻ ഒരുക്കമല്ല. വബിദാലിക ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ആ റബ്ബിന് ഒരിക്കലും ഞാൻ പങ്കുകാരെ നിശ്ചയിക്കുന്നതേ അല്ല. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണെങ്കിലോ മുസ്ലിമീങ്ങളിൽ ഒന്നാമനുമാകുന്നു. ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നിടത്ത് ഞാൻ എപ്പോഴും മുസ്ലിമീങ്ങളിൽ ഒന്നാമനാവാനാണ് ശ്രമിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമ്മുടെ പ്രഖ്യാപനമാണത്. അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ നിലപാട് മറന്നുകൊണ്ട് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പുമില്ല, ഒരു ഇലക്ഷനും ഇല്ല. അതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. പക്ഷേ സങ്കടകരമായ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് നടക്കുന്നത് എന്താണ്?
ഒരു നിലക്കും ഒരു മുസ്ലിമിനും ഇന്ന് നടക്കുന്ന തോന്നിവാസങ്ങളുമായി ബന്ധമുണ്ടാകാൻ പാടില്ല. ഇലക്ഷനായാൽ, തെരഞ്ഞെടുപ്പായാൽ നടക്കുന്നത് എന്താണ്? കള്ളപ്രചാരണങ്ങൾ അല്ലേ? അതല്ലേ ഇന്ന് നടക്കുന്നത്? കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്നു. എതിരാളികളെ അപമാനിക്കുന്ന നിലക്ക് അപമാനിക്കാൻ, എന്ത് നീച വാർത്തകളും കെട്ടിച്ചമക്കാൻ ഇന്ന് ആർക്കും യാതൊരു പ്രയാസമില്ല. എന്നിട്ട് പലരും അതിന്റെ പ്രചാരകരാകുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. ചെയ്യാൻ പാടില്ല. ഇലക്ഷനായാൽ, തെരഞ്ഞെടുപ്പായാൽ പൊങ്ങി വരുന്ന പെണ്ണ് കേസുകളുണ്ട് അല്ലെ? വ്യഭിചാരാരോപണങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ ഏറ്റുപിടിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതിന്റെ പ്രചാരകരാകാൻ പാടില്ല. നമ്മുടെ പ്രതിയോഗിയെ, അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ നിലക്കുള്ള കള്ളവാർത്തകൾ പ്രചരിപ്പിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അവൻ ചെയ്യാൻ പാടില്ല. ഇന്ന് അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, ഒരു മുസ്ലിം എപ്പോഴും അവന്റെ നാവിനെ സൂക്ഷിക്കണം. തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സംസാരശേഷി എന്ന് പറയുന്നത്. മനുഷ്യനുള്ള നിർവചനം ഏതാണ്? ഭാഷാ പണ്ഡിതന്മാർ മനുഷ്യരെ നിർവചിച്ചത്, മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹയവാനുൻ നാതിഖുൻ എന്നാണ്. ഹയവാൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാറ്റിനും പറയും. പക്ഷെ ഹയവാനുൻ നാതിഖ് എന്ന് പറഞ്ഞാൽ സംസാരശേഷിയുള്ള ജീവി, അത് മനുഷ്യൻ മാത്രമാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്താണത്. ഇടക്കിടക്ക് അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അലം നജഅൽ ലഹു ഐനൈൻ, അവന് രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലേ? വലിസാനൻ വശഫതൈൻ, ഒരു നാവിനെയും രണ്ട് ചുണ്ടുകളെയും സംസാരിക്കാൻ പറ്റുന്ന നിലക്ക് മനുഷ്യ നിനക്ക് ഞാൻ സംവിധാനിച്ചില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് തോന്നിയതെല്ലാം പറയാനുള്ളതല്ല. നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഖുർആനിൽ അല്ലാഹു പല സന്ദർഭങ്ങളിലായി എങ്ങനെയൊക്കെയാണ് ഒരു വിശ്വാസി സംസാരിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ധാരാളം സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: നല്ലത് പറയണം നബിയെ, നിങ്ങൾ എൻ്റെ ദാസന്മാരോട് പറയണം, വഖുല്ലി ഇബാദി, എൻ്റെ അടിമകളോട് പറയണം, യഖൂലു ഹിയ അഹ്സൻ യഖൂലു ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതാണ് അവർ പറയേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും. അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും, അവരുടെ സംസാരത്തിനിടയിൽ പിശാച് ഇടപെടുകയും ആ നിലക്ക് തെറ്റായ വർത്തമാനങ്ങൾ പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ അവർക്കിടയിൽ ശത്രുതയുണ്ടാകാൻ അത് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾ എങ്ങനെയാകണമെന്നത് നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് പറയേണ്ടത്. മറ്റൊരിടത്ത് അല്ലാഹു പറയുകയാണ്, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് ലോകം കണ്ട ധിക്കാരികളിൽ ഒരു ധിക്കാരിയായ ഫറോവ, ആ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറയുന്നുണ്ട്. കൊട്ടാരത്തിൽ കയറി ചെല്ലുമ്പോഴും മൂസാ നബിയോട് അല്ലാഹു പറയുന്നത്, മാന്യമായ സൗമ്യമായ വാക്ക് മാത്രമേ പറയാവൂ. ആ ഫറോവയേക്കാൾ വലിയ ധിക്കാരിയൊന്നും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നില്ലല്ലോ, നമ്മുടെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി. എന്നാൽ നോക്കൂ നിങ്ങൾ, ഫറോവയോട് പോലും എന്താ പറയേണ്ടത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങൾ രണ്ടുപേരും അവനോട് മാന്യമായ, ലയ്യിനായ, സോഫ്റ്റായ നിലക്കാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ലഅല്ലഹു യതദക്കറു, ഒരുപക്ഷെ അവൻ ചിന്തിച്ചേക്കാം, ഔ യഖ്ശാ, അതല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടേക്കാം. നോക്കൂ നിങ്ങൾ, അവിടെ പോലും പറയാൻ ഈ നിലക്ക് അള്ളാഹ് പറയുന്നത്. പക്ഷെ എവിടെയാണ്? പല ആളുകളും ഇത് പാലിക്കുന്നില്ലല്ലോ. ഇസ്രായേൽ സന്തതികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയ കരാറുകളെ എണ്ണി എണ്ണി അള്ളാഹ് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഓരോ കരാറുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ ആ വചനം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്താ അള്ളാഹ് പറയുന്നത്? വഇദാ ഖദിനാ മീസാഖ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയ കരാറുകളുണ്ട്. ഏതൊക്കെയാണ് ആ കരാറ്? ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ.
വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, അഗതികൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക്, അതേപോലെ തന്നെ അനാഥർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. എന്നിട്ട് അള്ളാഹ് വാങ്ങിയ കരാറിൽ അവസാനം അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? വഖൂലൂ ലിന്നാസി ഹുസ്നാ, നിങ്ങൾ ജനങ്ങളോട് നല്ലത് മാത്രമേ പറയാവൂ. ജനങ്ങളോട് സംസാരിക്കുമ്പോ മാന്യമായ ഭാഷയിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്രായേൽ ജനതയോട് അള്ളാഹു നൽകിയ കരാർ, അതല്ലെങ്കിൽ അവരിൽ നിന്ന് അള്ളാഹു വാങ്ങിയ ഉറപ്പിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത്. ഇങ്ങനെ ധാരാളം വചനങ്ങളുണ്ട്, ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇത്തരം മേഖലകളിൽ, സംസാരത്തിന്റെ മേഖലകളിലൊക്കെ സോഷ്യൽ മീഡിയയാണ്, എന്തും പ്രചരിപ്പിക്കാനും പറയാനും, അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ത് വാക്കും ഉപയോഗിക്കാനും വിശ്വാസികളെ നമുക്ക് അനുവാദമില്ല എന്നാ പറയുന്നത്. അതാണ് വാക്കിനെ. ഇപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു ബാങ്കിലേക്ക് വിളിക്കുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മുന്നറിയിപ്പ് കിട്ടും. എന്താ കിട്ടുക? നിങ്ങളെ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ആ ഒരു കമ്പനി നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് നൽകുന്നത്, മൊബൈലിന്റെ കസ്റ്റമർ കെയറിൽ നിന്ന് നമുക്ക് നൽകുന്നത്? നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചോളണം, നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം, ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് എതിരെയുള്ള തെളിവായി ഉപയോഗിക്കാം എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് നമ്മുടെ കോൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? നിങ്ങളുടെ കോളുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ജനങ്ങളെ, വിശ്വാസികളെ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരു ഖൗലും ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അത് നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനുണ്ട്, കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, അവൻ സജ്ജമായി അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസികളെ, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരൊറ്റ സംഭവം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരിമ ശിഷ്യനായിരുന്നല്ലോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്നഹ് വയുബാഇദുനി മിനൻ നാർ. നബി, എനിക്കൊരു കാര്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. എന്താണത്? നബിയെ, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അമല് അങ്ങനെക്ക് പറഞ്ഞു തരൂ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മുആദിനോട് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? ലഖദ് സഅൽത അൻ അളീമിൻ വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി. ഓ മുആദേ, നീ ചോദിച്ചത് മഹത്തായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകിയവർക്ക് അത് വളരെ എളുപ്പമാണ്. പക്ഷേ അല്ലാഹു എളുപ്പം നൽകാത്തവർക്ക് അത് പെട്ടെന്ന് സാധിച്ചു കൊള്ളണമെന്നില്ല മുആദേ. എന്നിട്ട് മുആദിനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാതെ അവനെ ആരാധിക്കണം, നമസ്കാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം, റമദാനിൽ നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം. അതേപോലെ തന്നെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇസ്ലാമിലെ പ്രധാനമായ കർമ്മങ്ങളെ മുഴുവനും പറഞ്ഞു കൊടുത്തതിന് ശേഷം, ഇനി ശ്രദ്ധിച്ചോ, അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹിനെ മാത്രം ആരാധിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, ജിഹാദ് ചെയ്തു, ഓക്കെ, നിനക്ക് സ്വർഗമുണ്ട് എന്നല്ല പറഞ്ഞത്. ഇനി അതിന് ശേഷം പറയുന്ന വാക്കെന്താണ്? അലാ ഉഖ്ബിറുക, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, ബിമിലാക്കി ദാലിക കുല്ലിഹി, ഈ മുകളിൽ പറഞ്ഞ മുഴുവതിനെയും, മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, അതെല്ലാം നിനക്ക് ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ നബിയല്ലാഹ്, പറയൂ നബിയെ, അതെന്താണ്? മുകളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഉപകാരമുണ്ടാകണമെങ്കിൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണമെന്നല്ലേ പറഞ്ഞത്? അതെന്താണ് നബിയെ, പറയൂ. അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്തതെന്നോ? ഫഅഖദ ബിലിസാനിഹി, നാവും അങ്ങനെ പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുആദിനോട് ഇങ്ങനെ പിടിച്ചു കാണിച്ചു കൊടുക്കുകയാണ്. കുഫ അലൈക ഹാദാ, കുഫ അലൈക ഹാദാ, മുആദേ,
ഇതിനെ കൺട്രോൾ ചെയ്തോ? ഇതിനെ കൺട്രോൾ ചെയ്തോ? മുആദ് റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടുകൂടെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ നബി അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നാല മുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ ഞങ്ങളെ അല്ലാഹു പിടിച്ചു ശിക്ഷിക്കുമോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ മുആദ് തഖലതുക ഉമ്മുക യാ മുആദ്, ഓ മുആദേ, നീ മനസ്സിലാക്കണം, വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഇഹിം വ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മുആദേ, നാളെ നരകാഗ്നിയിലേക്ക് ജനങ്ങൾ ചെന്ന് മുഖം കുത്തി വീഴുന്നത് എന്തിന്റെ പേരിലാണ്? അവരുടെ നാവുകൾ കൊയ്തെടുത്ത ആ നാവിന്റെ ഫലമായിട്ടല്ലേ. ഹസായിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ഭാഷയിൽ ഒരു നെൽമണി നമ്മൾ കുഴിച്ചിട്ടാൽ, ഒരു നെൽമണി വിതച്ചാൽ അതിൽ നിന്ന് 1000 നെൽമണികൾ നമ്മൾ ഫലമെടുക്കുന്നില്ലേ? ഇതുപോലെ മനുഷ്യരുടെ നാവുകൾ കൊയ്തെടുത്ത തിന്മകളുടെ പേരിൽ അവർ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന ഒരു ഭയാനകമായ രംഗം വരാനുണ്ട് മുആദേ. പറഞ്ഞെന്താ? ഒരു ഇലക്ഷൻ വരുന്നതോടുകൂടെ അതുമായി ബന്ധപ്പെട്ട് അന്ധമായി അതിലേക്കാണ് ഇറങ്ങി. റമദാനിൽ ചെയ്ത നന്മ പോയി, അതിനു മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ പോയി, എല്ലാം പോയി. അവസാനം പാപ്പരായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എന്നാലോ പ്രചാരണം വേണ്ടേ? വേണം. വോട്ട് ചെയ്യണ്ടേ? ചെയ്യണം. നാടിന്റെ ഭാവി നിർണയിക്കുന്നതിൽ പങ്കാളികളാകണ്ടേ? ആകണം. അപ്പൊ മുസ്ലിമിന്റെ നിലപാട് മധ്യമ നിലപാടാണ്. അതല്ല, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാനിനി വോട്ടിനുമില്ല രാഷ്ട്രീയത്തിനുമില്ല. ഇല്ല, അങ്ങനെയല്ല. അത് അപകടകരമാണ്. അതിന്റെ പരിണിതി ഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ വളരെ സംക്ഷിപ്തമായി പറയാണ്. നമുക്കൊന്നാമതായി ഉണ്ടാകേണ്ടത് നമ്മുടെ നിലപാടാണ്. നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് വലുത് നമ്മുടെ ഈമാനാണ്, നമ്മുടെ ആദർശമാണ്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകണം. ഈ ദുനിയാവിലെ അധികാരവും ഇവിടെയുള്ള ഈ സംവിധാനങ്ങളും ഒന്നും നിലനിൽക്കില്ല. ഇതൊക്കെ വിട്ടേച്ച് നമുക്ക് നാളെ ഖബറിലേക്ക് പോകണം. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നശിക്കുന്ന ഒരു ഏർപ്പാടും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു വചനം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദ ല യതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹി ലാ യുൽഖി ലഹാ ബാലൻ യർഫഉ അല്ലാഹു ബിഹാ ദറജാത്ത്. ഒരാള് അള്ളാന്റെ തൃപ്തിക്ക് ഉതകുന്ന നിലക്ക് ഒരു നല്ല വാക്ക് പറയാണ്. പക്ഷെ അയാൾ അതിനത്ര ഗൗരവമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ആ നല്ല വാക്കിന്റെ ഫലമായി നാളെ പരലോകത്ത് ആ മനുഷ്യന് സ്വർഗത്തിൽ അല്ലാഹു ഉന്നത പദവി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ പറഞ്ഞൊരു നല്ല വാക്ക് നമ്മൾ അതിനത്ര വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ അനന്തരഫലം പരലോകത്ത് നല്ലതായിരിക്കും. എന്നാൽ വ ഇന്നൽ അബ്ദ ല യതകല്ലമു ബിൽ കലിമത്തി മിൻ സഖ്തില്ലാഹ്, അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന ഒരു കാര്യം ഒരാൾ പറയുന്നു, ലാ യുൽഖി ലഹാ ബാലാ, അയാൾക്ക് അതിനത്ര ഗൗരവമൊന്നും കൊടുക്കാത്ത നിലക്കാണ് പറഞ്ഞത്. പക്ഷേ യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ ഒരൊറ്റ വാക്കിന്റെ ഫലമായി നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ആ മനുഷ്യൻ ആപതിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രത്യേകിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വായിക്കേണ്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത്, 49-ാമത്തെ അധ്യായം. ശരിക്ക് ആ അധ്യായം വളരെ കൃത്യമായ നിലക്ക് ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും പോയി വായിക്കണം. സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ ചാപ്റ്ററാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. വിശ്വാസികളെ മര്യാദ പഠിപ്പിക്കുകയാണ്. എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായി പറയാണ്. അധിക ആയത്തുകളും ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ നിലക്കുള്ള തുടക്കമാണ്. വിശ്വാസികളോടാണ് പറയുന്നത്. കൂട്ടത്തിൽ അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് നിങ്ങളെ പ്രത്യേക ജനങ്ങളും പാർട്ടിയും ദേശവും ഒക്കെ ആക്കി മാറ്റി. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയോ? നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, അഡ്രസ്സിന് വേണ്ടിയാണ്. അത് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെങ്കിലും ജനപദങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒക്കെ പരസ്പരം കൂകി വിളിക്കാനും കൊല നടത്താനും അതേപോലെ അന്യായങ്ങൾ പറയാനും തോന്നിവാസങ്ങൾ ചെയ്യാനുമല്ല. നിങ്ങൾ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി നിലനിർത്തി പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്
അതുകൊണ്ട് ആ ഐഡന്റിറ്റി നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ് ഉണ്ട്. തുടർന്ന് ഇങ്ങനെ വായിച്ചാൽ അറിയാം, നിങ്ങൾ ഗീബത്ത് പറയരുത്, അതേപോലെ തന്നെ ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തരുത്, വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്, ചില ആളുകളുടെ പിറകിൽ പോയി അവരുടെ ന്യൂനതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏർപ്പാട് നിങ്ങൾ ചെയ്യരുത്, അതേപോലെ തന്നെ ഒരു ജനത മറ്റൊരു ജനതയെ അന്യായമായി കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത് തുടങ്ങി ഒട്ടനവധി അനേകം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം, പഠിക്കണം, എന്നിട്ട് നമ്മുടെ നിലപാടിനെ നമ്മൾ ഉറപ്പിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമുക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്ന മറ്റൊരു സമീപനമാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളാകുമ്പോഴും അതിൻ്റെ പ്രചാരണത്തിനും കക്ഷി രാഷ്ട്രീയത്തിലേക്കുമൊക്കെ ഇറങ്ങുമ്പോൾ ചില ആളുകൾക്ക് ഒരു അപകർഷതാബോധം. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ, അതിൻ്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ, അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമികമായ അല്ലെങ്കിൽ മതത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ അതിങ്ങനെ പാലിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടി പ്രവർത്തനത്തിന് യോജിച്ച കാര്യമല്ല എന്ന ഒരു തോന്നൽ പിശാച് ചില ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ചില സ്ത്രീകളൊക്കെ രാഷ്ട്രീയത്തിന് ഇറങ്ങുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്, അതുവരെ ഇസ്ലാമികമായ ഡ്രസ്സും അതേപോലെ സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് സ്ഥാനാർത്ഥികളാകുമ്പോൾ അവരുടെ പെരുമാറ്റത്തിലും വസ്ത്രധാരണ രീതിയിലുമൊക്കെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് നമ്മളിന്ന് മുസ്ലിം സമുദായത്തിൽ പൊതുവെ കാണുന്ന ഒരവസ്ഥയാണ്. വളരെ അപകടകരമായ ഒരു സംഗതിയാണത്. അന്യപുരുഷന്മാരുമായി ഇടകലരുന്നു, അതേപോലെ തന്നെ അന്യപുരുഷന്മാരുമായി കൈ കൊടുക്കുന്നു, അതേപോലെ സ്പർശനങ്ങൾ നടത്തുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലക്ക് ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാകില്ല എന്ന ഒരു തോന്നൽ, ഇത് അപകടകരമാണ്. ഇത് അപകടകരമാണ്. എന്നാൽ അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ടോ, നിങ്ങൾ സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കാത്തവരൊന്നും സ്ഥാനാർത്ഥികളാകാൻ പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാരുമായി സ്ത്രീകൾ ഇടകലരാതെ പ്രവർത്തിച്ചാൽ അത് ശരിയാവില്ല, അവരെ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റില്ല എന്നൊരു നിയമമൊന്നും നമ്മുടെ രാജ്യത്തില്ല. പക്ഷെ ഓരോരുത്തർക്കും തോന്നുകയാണെന്ത്, ഞാൻ ഇങ്ങനെയൊക്കെ ആയെങ്കിലേ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാകൂ എന്ന ചിന്ത. ഇതൊരിക്കലും മുസ്ലിം സ്ത്രീകൾക്കോ അതല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാർക്കോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഏത് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവിടെ നമ്മുടെ ദീനിന്റെ സംസ്കാരത്തെയും ആദർശത്തെയും കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ളൊരു സമീപനം ഒരിക്കലും പാടില്ല. ഈ സന്ദർഭത്തിൽ നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ മത്സരിക്കുന്ന ചില സ്ത്രീകളുടെയൊക്കെ ഫോട്ടോകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചാണ്. ആരായിരുന്നു അവരെന്നോ നിങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. യമനിൽ നിന്ന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നേടിയ ഒരു ധീര വനിതയുണ്ട്. അവരുടെ പേര് തവക്കൽ കർമാൻ എന്നാണ്. ഒരു യമനി സ്ത്രീയാണ്. തവക്കൽ കർമാൻ എന്ന് ഗൂഗിൾ ചെയ്താൽ അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്ലാമികമായ വസ്ത്രധാരണം സ്വീകരിക്കുന്ന നല്ല ഒരു വനിത. അവർ സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ യമനിലെ ആദ്യത്തെ വനിതയാണ്. ഇസ്ലാമിക രാജ്യത്തെ രണ്ടാമത്തെ വനിതയാണ്. അങ്ങനെ വലിയൊരു പൊസിഷനിൽ നോബൽ സമ്മാനമൊക്കെ നേടി നിൽക്കുന്ന സന്ദർഭത്തിൽ പത്രപ്രവർത്തകർ അവരുടെ മുമ്പിൽ വരുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്,
നിങ്ങളിപ്പോൾ വലിയ നോബൽ സമ്മാനമൊക്കെ നേടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ പഴഞ്ചൻ വസ്ത്രധാരണ രീതി ഒന്ന് മാറ്റിക്കൂടെ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വനിത പറയുന്നൊരു വാക്ക്, അവരുടെ ഒരു പ്രതികരണം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. അവർ പറയാണ്, മനുഷ്യൻ പുരാതന കാലത്ത് ശിലായുഗത്തിൽ അവർ നഗ്നത മറക്കാൻ പ്രയാസമായിരുന്നു. മരത്തിൻ്റെ ഇലകൾ കൊണ്ടും തോലുകൾ കൊണ്ടും തൊലി കൊണ്ടുമൊക്കെ നഗ്നത മറച്ചുകൊണ്ട് തൻ്റെ നഗ്നതയെ എങ്ങനെയെങ്കിലും മറക്കണമെന്ന ബോധം ശിലായുഗത്തിൽ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവന് പല പരിമിതികൾ ഉണ്ടായിരുന്നു. കാലം പുരോഗതിയിലേക്ക് എത്തിയപ്പോൾ ആധുനികമായി നമുക്ക് പല സൗകര്യങ്ങളും വസ്ത്രധാരണ രീതിയും ഒക്കെ ഉണ്ട് നമ്മുടെ നഗ്നത മറക്കാൻ. അതുകൊണ്ട് ഞാനിനി ശിലായുഗത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പുരോഗതി പ്രാപിച്ച ഒരു വനിതയാണ്. അതുകൊണ്ട് ഇതാണ് എൻ്റെ മാന്യതയുടെ പുരോഗതിയുടെ വസ്ത്രധാരണം എന്ന് പത്രപ്രവർത്തകരോടും മീഡിയയോടും ഉച്ചത്തിൽ ഉറക്കെ പറഞ്ഞ് ധീരമായി പ്രഖ്യാപിച്ച ആ വനിതയുടെ പാഠമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഇത്തരം രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വനിതകൾ പാഠമാക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ ഒരു അഭിമാനം വേണം. ഇതാണ് പുരോഗതിയുടേത്, അതല്ലാതെ മനുഷ്യൻ ശിലായുഗത്തിലേക്ക് തിരിഞ്ഞു നടക്കുകയല്ല വേണ്ടത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആദർശം, നമ്മുടെ ഈമാൻ, നമ്മുടെ സംസ്കാരം, മറ്റുള്ളവരുമായുള്ള ബന്ധം, ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ വിഷയത്തിൽ നമ്മൾ വളരെ കരുതലോടുകൂടെ മുന്നോട്ട് പോകണം എന്ന് ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ നാം നേടിയ സൽക്കർമ്മങ്ങൾ അത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും തുടർന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم منزل الكتاب سريع الحساب اللهم اهزمهم وزلزلهم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واقيموا الصلاة.